നമ്മളെ എതിർക്കുന്നവരുണ്ടാവും, ആക്രമിക്കുന്നവരുണ്ടാവും. അവർ അവരുടെ ഭൂതകാലത്തേക്ക് തിരിഞ്ഞു നോക്കിയാൽ അവരുടെ പൂർവികന്മാർ സ്വന്തം കാലിൽ നിൽക്കാൻ ആരംഭിച്ചത് കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റുകൾ ആവിഷ്കരിച്ച നയങ്ങളുടെ പദ്ധതികളുടെ ഭാഗമായി ഈ സമൂഹത്തിലുണ്ടായ മാറ്റം കൊണ്ടാണ്. UDF ആയിരുന്നു ഭരിച്ചിരുന്നെങ്കിലോ പെൻഷനും ഇല്ല, റോഡും ഇല്ല, കറണ്ടും ഇല്ല, പവർ കട്ടായിരുന്നില്ലേ? ഉമ്മൻചാണ്ടി സർക്കാർ ഭരിക്കുമ്പോൾ ഈ കേരളം പവർ കട്ടിന്റെയും ലോഡ് ഷെഡിങ്ങിന്റെയും നാടായിരുന്നില്ലേ? നിങ്ങളിപ്പോ പവർ കട്ട് എന്നുള്ള വാക്ക് കേട്ടിട്ട് എത്ര കാലമായി? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഓണപരീക്ഷയായിട്ടും പാഠപുസ്തകം കിട്ടാത്ത കുട്ടികൾ നട്ടം തിരിഞ്ഞൊരു കാലമായിരുന്നു. അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി നമ്മുടെ നാട്ടുകാരൻ, മലപ്പുറം ജില്ലക്കാരനായിരുന്നു. പുറത്തു പറയണ്ട, നമ്മൾ അറിഞ്ഞാൽ മതി. ഏത് പാർട്ടിയുടെ ഭാഗമായി നിന്നാലും ഉള്ളിന്റെ ഉള്ളിൽ സാധാരണക്കാരായ മനുഷ്യർ തിരിച്ചറിയുന്നുണ്ട്, എന്തൊക്കെ പറഞ്ഞാലും എന്തൊക്കെ വിമർശിച്ചാലും കേരളം ഭരിക്കാൻ നല്ലത് ഇടതുപക്ഷമാണ് എന്ന തിരിച്ചറിവ് നമ്മുടെ നാട്ടിലെല്ലാവർക്കും ഉണ്ട്. അത് യാഥാർത്ഥ്യമാണ്. പക്ഷെ ഇപ്പോഴത്തെ പാണക്കാട്ടെ തങ്ങൾ പറയാണ്, ഞങ്ങൾ ധാരണയില്ല, നീക്കുപോക്കേ ഉള്ളൂ. ഈ ധാരണ എന്നും നീക്കുപോക്കെന്നും പറഞ്ഞ ഒന്നാണ്. സഖ്യമില്ല, നീക്കുപോക്കേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലാക്കാം. പക്ഷെ നടക്കുന്ന എന്താണ്? സഖ്യമാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ അധ്വാനിക്കുന്ന ജനവിഭാഗം അത് വീട്ടമ്മമാരാണ്. കേരളത്തിലെ വീടുകളെ നിലനിർത്തുന്നത് വീട്ടമ്മമാരുടെ അധ്വാനമാണ്. എന്നാൽ ആ അധ്വാനം ഇതുവരെയും എവിടെയും വിലമതിക്കപ്പെട്ടിരുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന വീട്ടമ്മമാരോട് നിങ്ങളൊന്ന് ചോദിച്ചു നോക്കൂ, എന്ത് ചെയ്യുന്നു? ഞാൻ പലപ്പോഴും പരിചയപ്പെടുമ്പോഴൊക്കെ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. വീട്ടമ്മമാരായിട്ടുള്ള ആളുകൾ പറയും, ഇല്ല സഖാവേ, ജോലിയൊന്നുമില്ല, ഹൗസ് വൈഫാണ് എന്ന് പറയും. ഹൗസ് വൈഫ്, അതാണ് വീട്ടമ്മ. ജോലിയൊന്നുമില്ല, ഹൗസ് വൈഫാണ് എന്ന് പറയും. അവരുദ്ദേശിക്കുന്നത് സർക്കാരിൽ നിന്ന് ശമ്പളം കിട്ടുന്ന ജോലിയൊന്നുമില്ല എന്നായിരിക്കും ഒരുപക്ഷെ. എന്നാൽ നിങ്ങളൊരു പുരുഷനെ പരിചയപ്പെടുമ്പോഴോ പുരുഷൻ പറയുമോ, ജോലിയൊന്നുമില്ല സഖാവേ, ഞാൻ ഹസ്ബൻഡാണ് എന്ന് പറയുമോ? അങ്ങനെ ഒരു വാക്കുണ്ടോ? ഇല്ല. വീട്ടമ്മയേ ഉള്ളൂ, വീട്ടച്ഛൻ ഇല്ല. എല്ലാ വാക്കിനും സ്ത്രീലിംഗവും പുല്ലിംഗവും ഉണ്ട്, പക്ഷെ വീട്ടമ്മയ്ക്ക് മാത്രം പുല്ലിംഗ പദമില്ല. അതെന്താ അങ്ങനെ ഇല്ലാതെയായി? എന്തുകൊണ്ട് വീട്ടച്ഛൻ ഇല്ലാതെയായി? നമ്മുടെ സമൂഹം ഒരു പുരുഷാധിപത്യ സമൂഹമാണ്. അതിൻ്റെ ഉള്ളിൽ സ്ത്രീ വിരുദ്ധതയുടെ ആശയങ്ങൾ അലിഞ്ഞു ചേർന്നിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഒരു വീട്ടമ്മ എത്രമാത്രം ജോലി ചെയ്യുന്ന ഒരാളാണ്? നിങ്ങളുടെയൊക്കെ വീടുകളിൽ ആദ്യം ഉറക്കമുണർന്ന് എഴുന്നേൽക്കുന്ന ആരാ? വീട്ടമ്മയായിരിക്കും അല്ലേ? നിങ്ങളൊക്കെ വീട്ടിൽ അങ്ങനെയല്ലേ? ആണ്, ഇവരാണെന്ന് പറയും. എഴുന്നേറ്റ് കഴിഞ്ഞാൽ ആദ്യം എന്താ ചെയ്യുന്നത്? മിക്ക വീടുകളിലും അപ്പൊ തുടങ്ങിയല്ലേ പണി. വീടും മുറ്റവും ഒക്കെ അടിച്ചു വാരി വൃത്തിയാക്കാത്ത ഏതെങ്കിലും ഒരു വീട്ടമ്മ പ്രത്യേകിച്ച് നാട്ടിൻപുറങ്ങളിൽ ഉണ്ടോ? ഇല്ല. അതൊരു ജോലിയാണ്. എന്ത് ജോലി? PSC പരീക്ഷ നടത്തി, ഇന്റർവ്യൂ നടത്തി, അഡ്വൈസ് മെമ്മോ അയച്ച് നിയമനം കിട്ടേണ്ട ഒരു ജോലി. അതിന് ശമ്പള സ്കെയിലുണ്ട്. പാർട്ട് ടൈം സ്വീപ്പർ, ആ ജോലി നമ്മൾ ചെയ്യാണ് നേരം വെളുക്കുമ്പോൾ തന്നെ. അത് കഴിഞ്ഞാൽ അടുത്ത ജോലി ആരംഭിച്ചു. ഭക്ഷണം പാചകം ചെയ്യാത്ത ഏതെങ്കിലും വീട്ടമ്മയുണ്ടോ? നിങ്ങളൊക്കെ വീടുകളിൽ ആരാണ് ഭക്ഷണം ഉണ്ടാക്കുന്നത്? പുരുഷന്മാരുണ്ടാക്കിയാലും ഭക്ഷണമാവും. പക്ഷേ പതിറ്റാണ്ടുകളായി അത് സ്ത്രീയുടെ ജോലിയാണ് എന്ന് നമ്മുടെ സമൂഹം തീരുമാനിച്ചു വച്ചിരിക്കുകയാണ്. കുക്ക് ഒരു PSC ജോലിയാണ്, അതിന് ശമ്പള സ്കെയിൽ വേറെയാണ്. കുക്ക്. വസ്ത്രമലക്കി വൃത്തിയാക്കുന്ന ജോലി ചെയ്യുന്ന ആരാണ്? വീട്ടമ്മയല്ലേ. ഡോബി, അത് മറ്റൊരു ജോലിയാണ്, PSC ജോലിയാണ്. വീട്ടിലൊരാൾ കിടപ്പിലായാൽ പരിചരിക്കുന്നത്, ശുശ്രൂഷിക്കുന്ന ആരാണ്? മിക്കപ്പോഴും വീട്ടമ്മയായിരിക്കും. ഒരു നഴ്സിന്റെ ജോലി അവിടെ ചെയ്യുന്നുണ്ട്. ഒരു പരിചാരക, ഒരു നഴ്സിന്റെയോ ഒരു ഹോം നഴ്സിന്റെയോ ജോലി അവിടെ ചെയ്യാണ്. കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് ആരാണ്? മിക്ക വീടുകളിലും വീട്ടമ്മമാരാണ്. ചുരുക്കി പറഞ്ഞാൽ ഓരോ വീട്ടിലും ആദ്യം ഉറക്കമുണർന്നെഴുന്നേൽക്കുകയും അവസാനം മാത്രം ഉറങ്ങുകയും ചെയ്യുന്ന, പണിയെടുത്ത് നടുപൊടിയുന്ന ഒരു ജനവിഭാഗമാണ് വീട്ടമ്മമാർ. പക്ഷേ അതൊന്നും ഒരു പണിയല്ല എന്നാണ് ഈ സമൂഹം അവരെ പഠിപ്പിച്ചു വച്ചിരിക്കുന്നത്. അതുകൊണ്ട് അവരിപ്പോഴും പരിചയപ്പെടുമ്പോൾ പറയും, ജോലി ഒന്നുമില്ല സഖാവേ, ഞാൻ വീട്ടമ്മയാണ്, ഹൗസ് വൈഫാണ് എന്ന് പറയും. ഈ അധ്വാനമാണ് കേരളത്തിലെ വീടുകളെ നിലനിർത്തുന്നത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ അധ്വാനിക്കുന്ന ജനവിഭാഗം ഏതെങ്കിലും ഒരു ഫാക്ടറിയിലെ തൊഴിലാളിയല്ല, കേരളത്തിലെ വീടുകളിലെ വീട്ടമ്മമാരാണ്. അതുകൊണ്ട് ഈ അധ്വാനമെല്ലാം നിർവഹിക്കുമ്പോഴും
അത് വിലമതിക്കപ്പെടുന്നില്ല, നമ്മുടെ സമൂഹം അതിനെ വിലമതിക്കുന്നില്ല എന്നൊരു ദുരവസ്ഥയും നിലനിൽക്കുന്നുണ്ട്. പക്ഷേ പതിറ്റാണ്ടുകളായി വിലമതിക്കാതിരുന്ന കേരളത്തിലെ ലക്ഷോപലക്ഷം വീട്ടമ്മമാരുടെ മഹത്തായ ഈ അധ്വാനത്തെ ചരിത്രത്തിലാദ്യമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് അധ്വാനിച്ചാദരിച്ച് അവർക്ക് സർക്കാർ ഖജനാവിൽ നിന്നും പ്രതിമാസം പെൻഷൻ നൽകണം എന്ന് തീരുമാനിച്ചിരിക്കുകയാണ്. അതാണ് വീട്ടമ്മമാരുടെ പെൻഷൻ. വളരെ മുൻപ് തന്നെ എല്ലാവരും പറയുന്ന ഒരു കാര്യം, ഇന്ത്യക്ക് വഴികാട്ടുന്ന നാടാണ് കേരളം എന്നാണ്. അത് സത്യവുമാണ്. എന്നാൽ രാജ്യത്തിന് വഴികാട്ടുന്ന നാട് എന്നതുപോലെ ലോകത്തിൻ്റെ ആകെ ശ്രദ്ധാകേന്ദ്രമായി കൂടി കേരളം മാറുന്നു എന്നതാണ് പ്രത്യേകത. ലോകരാജ്യങ്ങൾ ഇന്ന് കേരളത്തെ ഏറെ അത്ഭുതത്തോടെയും ആദരവോടെയുമാണ് വിലയിരുത്തുന്നത്. 2 നാൾ മുൻപ് പുറത്തു വന്ന ഒരു വാർത്ത, 2025 ആദ്യത്തെ 6 മാസം 2025 ജനുവരി 1 മുതൽ ജൂൺ 30 വരെ കേരളം സന്ദർശിക്കുന്നതിന് വേണ്ടി ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിൽ നിന്നും രാജ്യത്തിന് പുറത്ത് വിവിധ ലോകരാജ്യങ്ങളിൽ നിന്നുമായി ഇവിടേക്ക് കടന്നു വന്ന സഞ്ചാരികളുടെ എണ്ണം ഏകദേശം 1.25 കോടിയാണ് എന്നതാണ്. ഒരു സർവകാല റെക്കോർഡാണത്. 1.25 കോടി കേരളത്തിനു പുറത്തുള്ള മനുഷ്യർ നമ്മുടെ നാട് കാണാനായി ഇങ്ങോട്ട് വന്നു. അടുത്ത മാസം 31 ആകുമ്പോൾ 2025 കഴിയും. അപ്പോഴേക്ക് 2025 ഒരു വർഷം കേരളം സന്ദർശിക്കാനായി എത്തിയവരുടെ എണ്ണം 2.5 കോടിയോളമായി മാറും എന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഇതെല്ലാം ഒരു റെക്കോർഡാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ലോകത്തിൻ്റെ ആകെ ശ്രദ്ധാകേന്ദ്രമായി നമ്മുടെ നാട് മാറി. ലോകപ്രശസ്തമായ ദ ടൈംസ് മാഗസിൻ അത് ലോകപ്രശസ്തമാണ്. ആ മാഗസിൻ ഏതാനും മാസങ്ങൾക്ക് മുൻപ് ഈ ഭൂമുഖത്ത് ജീവിച്ചിരിക്കുന്ന ഏതൊരു മനുഷ്യനും ആയുഷ്കാലത്തിനിടയിൽ നിർബന്ധമായും സന്ദർശിക്കേണ്ട 50 സ്ഥലങ്ങളുടെ പട്ടിക പ്രസിദ്ധീകരിച്ചപ്പോൾ അതിലൊന്ന് നമ്മുടെ കേരളമാണ്, നമ്മുടെ കൊച്ചു കേരളം. എന്തുകൊണ്ടാണ് ലോകത്തിൻ്റെ ആകെ ശ്രദ്ധയാകർഷിക്കുന്ന നാടായി നമ്മുടെ നാട് മാറാൻ കാരണം? അതേതെങ്കിലും ഒരു കാര്യം കൊണ്ട് മാത്രമല്ല. നമ്മുടെ രാജ്യം ഇന്ത്യ ഇന്നും ലോകത്തിൻ്റെ മുന്നിൽ ഒരു പട്ടിണി രാജ്യമായി നിലനിൽക്കുകയാണ്. ദേശീയ മാധ്യമങ്ങൾ, വിലക്കെടുക്കപ്പെട്ട മാധ്യമങ്ങൾ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ അപദാനങ്ങൾ പാടിപ്പുകഴ്ത്തുന്നതിനിടയിലും ആധികാരികമായ സ്ഥിതിവിവര കണക്കുകൾ പരിശോധിച്ചാൽ ലോകത്തിൻ്റെ മുൻപിൽ അപമാനഭാരം കൊണ്ട് ശിരസ് കുനിഞ്ഞു പോകുന്ന ഒരു രാഷ്ട്രമാണ് ഇപ്പോഴും ഇന്ത്യ. ഞാനതിൻ്റെ എല്ലാ കണക്കുകളിലേക്കൊന്നും പോകുന്നില്ല. ഒറ്റക്കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ നമുക്ക് കാര്യം മനസ്സിലാവും. ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സ്, അങ്ങനെ ഒരു സംഭവമുണ്ട്. ആഗോള വിശപ്പ് സൂചിക എന്നാണ് മലയാളം. ലോകത്തിലെ പട്ടിണി രാജ്യങ്ങളുടെ ഒരു പട്ടികയാണത്. ഐക്യരാഷ്ട്രസഭയുടെ മേൽനോട്ടത്തിൽ, ലോകാരോഗ്യ സംഘടനയുടെ എല്ലാം നേതൃത്വത്തിൽ തയ്യാറാക്കുന്ന ആധികാരികമായ ഒരു രേഖയാണത്. രൂക്ഷമായ പട്ടിണി നിലനിൽക്കുന്ന രാജ്യങ്ങളുടെ ഒരു ആഗോള പട്ടികയാണ് അത്. പട്ടിണി എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മുഖത്തൊന്നും ഒരു ഭാവവ്യത്യാസവും ഇല്ല. കാരണം നമ്മൾ മലയാളികളെ സംബന്ധിച്ചിടത്തോളം പട്ടിണി ഒരു വാക്കു മാത്രമാണ്, ഒരു അനുഭവമല്ല. നിങ്ങളിൽ ആരെങ്കിലും സമീപകാലത്ത് പട്ടിണി കിടന്നിട്ടുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കി. ഉണ്ടാവില്ല. ഉച്ചയ്ക്ക് കൃത്യം 1 മണിക്ക് കഴിക്കേണ്ട ഭക്ഷണം ചിലപ്പോൾ 2 മണിയായി പോയിട്ടുണ്ടാവും. അതല്ലാതെ ഒരു പട്ടിണിയില്ല. എന്നാൽ നമ്മുടെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അതല്ല സ്ഥിതി. ആഴ്ചകളോളം ഭക്ഷണം കഴിക്കാനില്ലാതെ വിശന്നിരിക്കേണ്ടി വരിക, പച്ചവെള്ളം മാത്രം കുടിച്ച് ജീവൻ നിലനിർത്തേണ്ടി വരിക. നമ്മുടെ രാജ്യത്ത് ആയിരക്കണക്കിന് സഹോദരങ്ങളുടെ ഇപ്പോഴത്തെയും അവസ്ഥ അതാണ്. അങ്ങനെ ആഴ്ചകളോളം വെള്ളം മാത്രം കുടിച്ച് ജീവൻ നിലനിർത്തേണ്ടി വരുന്ന
ഹതഭാഗ്യർ. കുറെ കഴിയുമ്പോൾ ആരോഗ്യം ക്ഷയിക്കും, അസുഖം ബാധിക്കും, അങ്ങനെ മരിച്ചു. അതാണ് പട്ടിണി മരണം. മലയാളിക്ക് അത് അന്യമാണ്. മലയാള മനോരമ ദിനപത്രത്തിൽ പോലും സമീപകാലത്തെങ്ങും ഒരു മലയാളി പട്ടിണി കിടന്നു മരിച്ചു എന്നൊരു വാർത്ത നിങ്ങൾ വായിച്ചിട്ടുണ്ടാവില്ല. അങ്ങനെ ഒന്നുമില്ല. എന്നാൽ ഇന്ത്യയുടെ സ്ഥിതി അതല്ല. പട്ടിണി കിടന്ന് മനുഷ്യരങ്ങനെ മരിച്ചു പോവുകയാണ്. പട്ടിണി മരണങ്ങൾ ഭരണകൂട കൊലപാതകങ്ങൾ എന്നാണ് പണ്ടൊക്കെ നമ്മൾ പോസ്റ്റർ എഴുതി ഒട്ടിച്ചിട്ടുള്ളത്. ദാരിദ്ര്യം എന്നത് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അപമാനമൊന്നുമല്ല. വ്യക്തിയുടെ ദാരിദ്ര്യം പരിഹരിക്കാൻ സമൂഹത്തിന് ഉത്തരവാദിത്വമുണ്ട്, ഭരണകൂടത്തിന് ഉത്തരവാദിത്വമുണ്ട്. എന്നാൽ ഒരു രാജ്യം ദരിദ്രമാണെങ്കിൽ അത് അപമാനകരമാണ്. രാജ്യത്തെ ഭരണാധികാരികൾ രാജ്യത്തെ ക്ഷേമത്തിലേക്ക് നയിക്കാനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കേണ്ടവരാണ്. സ്വാതന്ത്ര്യം കിട്ടി 8 പതിറ്റാണ്ടാകുമ്പോഴും എന്തുകൊണ്ട് നമ്മുടെ രാജ്യം പട്ടിണി കിടന്ന് മരിക്കുന്ന മനുഷ്യരുടേതായി മാറുന്നു? അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. ഞാൻ പറഞ്ഞു വന്നത്, ഈ പട്ടിണി നിലനിൽക്കുന്ന രാജ്യങ്ങളെ സംബന്ധിച്ച പട്ടികയിൽ, ആഗോള വിശപ്പ് സൂചികയിൽ 123 രാജ്യങ്ങളാണ് ഇപ്പോൾ ആ പട്ടികയിലുള്ളത്. അതിൽ നമ്മുടെ രാജ്യത്തിൻ്റെ സ്ഥാനം 102ആണ്. എന്ന് വെച്ചാൽ നമ്മൾ ഏറ്റവും പുറകിലാണ്. ഇന്ത്യയുടെയും പുറകിൽ ഇനി അവശേഷിക്കുന്നത് അതീവ ദുർബലമായ ശിഥിലമായ സമ്പദ്ഘടനയുള്ള, ആഭ്യന്തര കലഹങ്ങൾ കൊണ്ടും മറ്റും ഛിന്ന ഭിന്നമായി പോയ, ഒരു രാജ്യമെന്ന് തന്നെ വിളിക്കാൻ യോഗ്യതയില്ലാത്ത ചില ചെറിയ ഭൂപ്രദേശങ്ങൾ മാത്രം. ബാക്കിയെല്ലാം നമ്മളെക്കാൾ മെച്ചപ്പെട്ട സ്ഥിതിയായി. ഇന്ത്യയുടെ തൊട്ടടുത്ത് കിടക്കുന്ന പാകിസ്ഥാനും ബംഗ്ലാദേശും നേപ്പാളും എല്ലാം നമ്മളെക്കാൾ മെച്ചപ്പെട്ട സ്ഥിതിയിലായി. ആഗോള വിശപ്പ് സൂചിക എന്ന സാർവദേശീയ പട്ടിണി പട്ടികയിൽ ഏറ്റവും പിന്നിൽ 102ാം സ്ഥാനത്ത് തലകുനിച്ച് നിൽക്കുന്ന ഒരു രാജ്യമാണ് നമ്മുടെ രാജ്യം. ആ രാജ്യത്തെ ഒരു സംസ്ഥാനമാണ് ഈ കൊച്ചു കേരളം. പക്ഷെ ആ കേരളത്തിലോ, ആ കേരളത്തിൽ പട്ടിണിയില്ലെന്ന് മാത്രമല്ല, ലോകത്തിന്റെ മുഴുവൻ ശ്രദ്ധയാകർഷിക്കും വിധം വിവിധ രംഗങ്ങളിൽ നാം മുന്നേറി വളർന്നു. അങ്ങനെ വന്ന് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് പുറത്തു വന്ന ഒരു വാർത്ത നിങ്ങൾ കുറെ പേരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അത് ശിശുമരണ നിരക്കിൽ നമ്മൾ അമേരിക്കയെ പുറകിലാക്കി എന്നതാണ് വാർത്ത. കേരളം ഏതമേരിക്ക? ലോക മുതലാളിത്തത്തിന്റെ പറുദീസയായ അമേരിക്ക. ലോകത്തിലെ എല്ലാ ആഡംബരങ്ങളുടെയും സുഖസൗകര്യങ്ങളുടെയും മുതലാളിത്ത വളർച്ചയുടെയും അവസാന വാക്കായി അറിയപ്പെടുന്ന അമേരിക്ക. ആ സാക്ഷാൽ അമേരിക്കൻ ഐക്യനാടുകളെ നമ്മുടെ കേരളം പുറകിലാക്കി. ശിശുമരണ നിരക്കിൽ, ശിശുമരണ നിരക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ കാലത്ത് വിവിധ രാജ്യങ്ങളുടെ ജീവിത നിലവാരം, സാമൂഹ്യ വളർച്ചയൊക്കെ അളക്കാൻ ഉപയോഗിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാനദണ്ഡം ശിശുമരണ നിരക്കാണ്. ശിശുമരണ നിരക്ക് കണക്കാക്കുന്നത് എങ്ങനെയാണ്? 1000 കുഞ്ഞുങ്ങൾ ജനിച്ച് ഒരു വർഷത്തിനുള്ളിൽ അതിൽ എത്ര കുട്ടികൾ മരിക്കുന്നു, അതാണ് കണക്ക്. ഇന്ത്യയുടെ ശിശുമരണ നിരക്ക് 25ആണ്. അതായത് ഇന്ത്യയിൽ 1000 കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ 1ാം പിറന്നാളിന് മുൻപ് അതിൽ 25 കുഞ്ഞുങ്ങൾ മരിച്ചു. അതാണ് ഇന്ത്യയിലെ കണക്ക്, 25. അത് വേദനിപ്പിക്കുന്ന ഒരു കണക്കാണ്. അമേരിക്കയിൽ അത് കുറവാണ്. അമേരിക്കയിൽ അത് ഏകദേശം 6ആണ്. 1000 കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ അവിടെ ഏകദേശം 6 കുഞ്ഞുങ്ങളെ മരിക്കൂ. കേരളത്തിലെ ശിശുമരണ നിരക്ക് പോയ വർഷം ആധികാരികമായ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നു, അത് 5ആണ്. നമ്മൾ അമേരിക്കയെ ഒരൽപ്പം പുറകിലാക്കി മുന്നിൽ വന്നു ഈ ഇന്ത്യയിലെ ഒരു സംസ്ഥാനം. എങ്ങനെയാണ് ശിശുമരണ നിരക്ക് കുറയുക? വെറുതെ കുറയുന്നതല്ല, പെട്ടെന്ന് ഒട്ടേറെ ഘടകങ്ങൾ ഒന്നു ചേരുമ്പോഴാണ്. കുഞ്ഞിന് ജനിക്കുമ്പോൾ തന്നെ ആരോഗ്യം ഉണ്ടാവണം, ഒന്നാമത്തെ കാര്യം. അതിനെന്തു വേണം? കുഞ്ഞിൻ്റെ അമ്മയ്ക്ക് ആരോഗ്യം ഉണ്ടാവണം. അതിനെന്തു വേണം? ഗർഭാവസ്ഥയിൽ അമ്മ നല്ല ഭക്ഷണം കഴിക്കണം, ആവശ്യത്തിന് വിശ്രമിക്കണം. അതിനെന്തു വേണം? അതിനു പറ്റിയ കുടുംബാന്തരീക്ഷം, മെച്ചപ്പെട്ട വരുമാനം, അതൊക്കെ ഉണ്ടാവണം. എന്തെങ്കിലും അസുഖം വന്നാൽ അടുത്തൊരു ആശുപത്രി ഉണ്ടാവണം, അവിടെ ചെന്നാൽ ഡോക്ടർ ഉണ്ടാവണം, മരുന്നുണ്ടാവണം, ചികിത്സ ലഭിക്കണം.
കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാലോ കുഞ്ഞിന് സമീകൃത ആഹാരം ഉണ്ടാവണം. ആദ്യ മാസങ്ങളിൽ അമ്മയുടെ മുലപ്പാലാണ് കുഞ്ഞിന്റെ സമീകൃത ആഹാരം. മുലയൂട്ടാൻ കഴിയും വിധം ആരോഗ്യമുള്ളവളായിരിക്കണം അമ്മ. കുഞ്ഞിന് അസുഖം വന്നാലും ആശുപത്രിയും ചികിത്സയും ഡോക്ടറും മരുന്നും എല്ലാം ഉണ്ടാവണം. അപ്പോ മെച്ചപ്പെട്ട വരുമാനം, നല്ല ശാരീരിക മാനസിക ആരോഗ്യം ഉറപ്പാക്കുന്ന കുടുംബാന്തരീക്ഷം, മെച്ചപ്പെട്ട ആരോഗ്യ പരിപാലന സംവിധാനം, ഇതെല്ലാം കൂടി ചേരുമ്പോഴാണ് ശിശുമരണ നിരക്ക് കുറഞ്ഞു വരിക. അങ്ങനെ കേരളത്തിന്റെ ശിശുമരണ നിരക്ക് ഇപ്പൊ അമേരിക്കയേക്കാൾ മെച്ചപ്പെട്ടതായി മാറി. ഇതാണ് വാർത്ത. അപ്പൊ ലോകം മുഴുവൻ കൗതുകപൂർവ്വം കേരളത്തെ നോക്കുകയാണ്. ഈ നാടെങ്ങനെ ഇങ്ങനെയായി? ഈ പട്ടിണി രാജ്യത്തെ ഒരു ചെറിയ പ്രദേശം മാത്രം ഇങ്ങനെ വന്നു. ഈ കാര്യത്തിൽ മാത്രമല്ല, ഇപ്പോ നമ്മുടെ പ്രതീക്ഷിത ആയുസ് എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ ജീവിച്ചിരിക്കുന്ന ശരാശരി കാലയളവ് അത് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ ബഹുഘാതം മുന്നിലാണ്. നമ്മൾ ബീഹാറിലാണ് ജനിച്ചിരുന്നതെങ്കിലോ നിങ്ങൾ ആലോചിക്കാറുണ്ടോ? ഉത്തർപ്രദേശിൽ, പ്രധാനമന്ത്രിയുടെ ഗുജറാത്തിൽ, ഉത്തരേന്ത്യയിലെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്താണ് നമ്മൾ ജനിച്ചിരുന്നതെങ്കിലോ എങ്കിൽ നമ്മളൊരു ബീഹാരിയായിരുന്നെങ്കിൽ, യു പിക്കാരനോ ഗുജറാത്തുകാരനോ കാര്യോ ഒക്കെ ആയിരുന്നെങ്കിൽ നമ്മൾ ജീവിച്ചിരിക്കുമായിരുന്ന കാലയളവിനേക്കാൾ, ശരാശരി പ്രതീക്ഷിത ആയുസ്സിനേക്കാൾ 5, 8, 10 കൊല്ലം കൂടുതലാണ് മലയാളിയുടെ ആയുസ്. ഈ കേരളത്തിൽ ജനിച്ചു വളരാൻ ഭാഗ്യമുള്ളവരായതുകൊണ്ട് നമുക്ക് മറ്റുത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലുള്ളവരെക്കാൾ ആയുസ് കൂടുതൽ കിട്ടിയിരിക്കുന്നു. നമ്മുടെ പ്രതീക്ഷിത ആയുസ് അമേരിക്കയുടെ തൊട്ടടുത്തെത്തി. ഏതാനും വർഷങ്ങൾ കൂടി കഴിഞ്ഞാൽ അതിലും നമ്മൾ അമേരിക്കയെ പിന്നിലാക്കും. ഇതെങ്ങനെയാണ് കേരളത്തിൽ യാഥാർത്ഥ്യമായത്? പണ്ടിങ്ങനെ ആയിരുന്നില്ല. കേരളം രൂപം കൊള്ളുന്ന സമയത്ത് 956 നവംബർ 1 ഐക്യ കേരളം പിറന്നത്. അന്ന് 50കളിൽ എത്രയായിരുന്നു കേരളത്തിന്റെ പ്രതീക്ഷിതായുസ്? നമ്മൾ അത്ഭുതപ്പെട്ടു. 950 കാലഘട്ടത്തിൽ ഒരു മലയാളിയുടെ ശരാശരി പ്രതീക്ഷിതായുസ് എന്ന് പറഞ്ഞാൽ 45 വയസ്സായിരുന്നു. 45 വയസ്സ് മാത്രം. എന്ന് വെച്ചാൽ അക്കാലത്തൊക്കെ ഒരു 45 വയസ്സായ ആൾ എന്ന് പറഞ്ഞാൽ ഒരു വൃദ്ധൻ, ഒരു വൃദ്ധ, അതായിരുന്നു സ്ഥിതി. ഇപ്പൊ അങ്ങനെയാണോ? നിങ്ങളുടെ കൂട്ടത്തിലിരിക്കുന്ന ഏതെങ്കിലും ഒരു 45 വയസ്സുള്ള ആളെ വൃദ്ധ എന്ന് വിളിക്കുവോ? വിളിച്ചാൽ അത് ഒടുവിലത്തെ വിളിയായിരിക്കും. പിന്നെ വിളിക്കാൻ പറ്റിയെന്നവരില്ല. ഇപ്പൊ 45, 50, 60 വല്ലതും കാര്യമാണോ? 75 വയസ്സായ ഒരാൾ മുടിയൊക്കെ കറുപ്പിച്ചിട്ട് ഇങ്ങോട്ട് നടന്നു വന്നാൽ ഒരു ലക്ഷണമൊത്ത ചെറുപ്പക്കാരി എന്നല്ലേ പറയൂ? പ്രായത്തിൻ്റെതായ ഒരു അടയാളവും മുഖത്തില്ല. ആളുകളുടെ വയസ്സ് മനസ്സിലാവണമെങ്കിൽ ഇപ്പോ മുടി കറുത്തതോ വെളുത്തതോ എന്ന് നോക്കുക മാത്രമേ മാർഗമുള്ളൂ. മുടി കറുപ്പിച്ചാൽ ഒരു പിടിയില്ല. ഇവിടെ ആരെങ്കിലും ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. വയസ്സറിയാൻ പറ്റില്ല. ഇതെങ്ങനെ ഇങ്ങനെ സംഭവിച്ചു? നിത്യവസന്തങ്ങളായി നമ്മുടെ ഇടയിൽ ആളുകൾ ഇങ്ങനെ നിൽക്കുകയാണ്. പ്രായത്തെ അതിജീവിച്ച മനുഷ്യർ. ഒരു സുപ്രഭാതത്തിൽ ഇങ്ങനെ ഉണ്ടായതല്ല. പണ്ടെന്തായിരുന്നു കേരളത്തിലെ സ്ഥിതി? കേരളം രൂപം കൊള്ളുന്ന സമയത്ത്, അല്ലെങ്കിൽ കുറച്ചു കാലം കഴിഞ്ഞ് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ മാറിയ പ്രായമുള്ള കാരണവരോടും നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്കൂ. 50, 60 കൊല്ലം മുമ്പ് ഈ കേരളത്തിലെ ജനങ്ങളിൽ നല്ലൊരു പങ്കും ഒരു നേരം മാത്രമേ ഭക്ഷണം കഴിക്കുമായിരുന്നുള്ളൂ ദിവസം. ആ സ്ഥിതി മാറിയില്ലേ? ഇവിടെ ഇരിക്കുന്നവരിൽ ആരെങ്കിലും ഒരു നേരം മാത്രം കഴിക്കുന്നവരുണ്ട്? ഡയറ്റ് തടി കുറയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെ ചെയ്യുന്നവരുണ്ടോ? അതല്ലാതെ ഭക്ഷണം ഇല്ലാത്തതുകൊണ്ട് കഴിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? ഇല്ല. നമുക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം നന്നായി കഴിക്കാൻ കഴിയുന്ന ഒരു ജീവിത ചുറ്റുപാടുണ്ടായി. എങ്ങനെ ഉണ്ടായി? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റുകൾ, കമ്മ്യൂണിസ്റ്റ് സർക്കാർ, ആദ്യത്തെ സർക്കാർ ഒക്കെ ഈ നാടിനെ മെച്ചപ്പെടുത്തിയെടുക്കുന്നതിന് വേണ്ടി ആവിഷ്കരിച്ച എണ്ണിയാലൊടുങ്ങാത്ത പദ്ധതികൾ, സമഗ്ര ഭൂപരിഷ്കരണം മുതൽ ഇങ്ങോട്ട് ഒരു പിടി മണ്ണ് സ്വന്തമായിട്ടില്ലാതിരുന്ന ലക്ഷോപലക്ഷം മനുഷ്യർ, അന്യന്റെ ഭൂമിയിൽ യാതൊരു ഉറപ്പുമില്ലാത്ത കുടിലുകളിൽ താമസിച്ചു കൊണ്ടിരുന്ന കുടിയാന്മാർ. ഇപ്പൊ അങ്ങനൊരു വാക്കുണ്ടോ മലയാളത്തിൽ? കുടിയാൻ എന്നൊരു വാക്കുണ്ടോ? കുടിയൻ എന്നൊരു വാക്കുണ്ടാവും, കുടിയാൻ ഇല്ല.
ഒരു കാലഘട്ടം മാറിയപ്പോൾ ഒരു വാക്ക് ഇല്ലാതെയായി. മരിച്ചാൽ മൃതശരീരം മറവ് ചെയ്യാൻ 6 അടി മണ്ണ് സ്വന്തമായിട്ടില്ലാത്ത ലക്ഷക്കണക്കിന് മനുഷ്യർ, ചരിത്രം സൗകര്യപൂർവ്വം വിസ്മരിക്കുന്നവർ, ഇടതുപക്ഷത്തെയും വലതുപക്ഷത്തെയും ഒന്നും ശരിയായ നിലയിലായിക്കൊള്ളണം തുലനം ചെയ്യുന്നതെന്നില്ല. ഇടതുപക്ഷ രാഷ്ട്രീയം കേരളത്തിലില്ലായിരുന്നുവെങ്കിൽ ഇപ്പോഴും വൻകിട ഭൂസ്വാമിമാരുടെ കാൽക്കീഴിലെ പുഴുക്കളെ പോലെ ജീവിക്കേണ്ടി വരുമായിരുന്ന എത്ര ലക്ഷം മനുഷ്യരുണ്ട് ഇവിടെ. നമ്മളെ എതിർക്കുന്നവരുണ്ടാവും, ആക്രമിക്കുന്നവരുണ്ടാവും. അവർ അവരുടെ ഭൂതകാലത്തേക്ക് തിരിഞ്ഞു നോക്കിയാൽ അവരുടെ പൂർവികന്മാർ സ്വന്തം കാലിൽ നിൽക്കാൻ ആരംഭിച്ചത് കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റുകൾ ആവിഷ്കരിച്ച നയങ്ങളുടെ പദ്ധതികളുടെ ഭാഗമായി ഈ സമൂഹത്തിലുണ്ടായ മാറ്റം കൊണ്ടാണ്. 35 ലക്ഷത്തിലധികം മലയാളികൾക്കാണ് സ്വന്തമായി കിടപ്പാടം, സ്വന്തമായി ഒരു പിടി മണ്ണ് യാഥാർത്ഥ്യമായത്. ആ മണ്ണിൽ ചുവടുറപ്പിച്ച് നിൽക്കാനായത്, ക്ഷേമ പദ്ധതികളുടെ ഗുണഭോക്താക്കളായി മാറിയത്, സമ്പൂർണ്ണ സാക്ഷരത വന്നു. അത് കഴിഞ്ഞപ്പോൾ അവരുടെ അവബോധം, അവരുടെ കാഴ്ചപ്പാടുകളിൽ മാറ്റമുണ്ടായി. കുട്ടികളെ വിദ്യാഭ്യാസം ചെയ്യിക്കാൻ കഴിയും വിധം കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് ജനകീയ സ്വഭാവം ഉണ്ടായി. പച്ചമലയാളത്തിൽ പറഞ്ഞാൽ ഏതൊരു കുടുംബത്തിലെ കുട്ടിയെയും തൊട്ടടുത്ത് സൗജന്യമായി പഠിപ്പിക്കാൻ കഴിയുന്ന ഒരു വിദ്യാലയം കേരളത്തിൽ എല്ലായിടത്തും ഉണ്ടായി. 957 EMS കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി വരുമ്പോ 4ാം ക്ലാസ് കഴിഞ്ഞ് 5ാം ക്ലാസ്സിലേക്ക് ഒരു കുട്ടി ജയിച്ചാൽ ആ 5ാം ക്ലാസ് മുതൽ ഫീസ് കൊടുക്കണമായിരുന്നു. പലർക്കും ഇപ്പൊ ആ കാലം ഓർമ്മയില്ല. PK ശാരംഗപാണി എന്നൊരാളുണ്ട്, ഇപ്പൊ ഇല്ല, മരിച്ചുപോയി. പെട്ടെന്ന് പറഞ്ഞാൽ ആളെ മനസ്സിലായിക്കൊള്ളണമെന്നില്ല. ഒരു കാലത്ത് മലയാള ചലച്ചിത്രവേദിയെ പുളകം കൊള്ളിച്ച വടക്കൻ പാട്ട് സിനിമകൾ, ഉണ്ണിയാർച്ച, തുമ്പോലാർച്ച, കടത്തനാട്ട് മാക്കം, പാലാട്ട് കുഞ്ഞിക്കണ്ണൻ എന്നൊക്കെ ഇങ്ങനെ കേട്ടൊരു കടത്തനാടൻ അമ്പാടി വരെ ഈ സിനിമകളുടെയൊക്കെ തിരക്കഥാകൃത്തായിരുന്നു ഈ ശാരംഗപാണി. ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ ഇപ്പോഴും നമ്മളെ ആവേശം കൊള്ളിക്കുന്ന അതിമനോഹരമായൊരു വിപ്ലവ ഗാനം റെഡ് സല്യൂട്ട് എന്നാരംഭിക്കുന്ന ആ ഗാനം PK മേദിനിയാണത് പാടിയത്. അവരിപ്പോഴും ഈ പ്രായത്തിലും ആ പാട്ട് പലപ്പോഴും പാടുന്നത് നമുക്ക് ദൃശ്യമാധ്യമങ്ങളിലൂടെയൊക്കെ കാണാൻ അവസരം ഉണ്ടായിട്ടുണ്ടാവും. ആ PK മേദിനിയുടെ സഹോദരനായിരുന്നു PK ശാരംഗപാണി. അദ്ദേഹം ഇപ്പോൾ മരിച്ചുപോയി. അദ്ദേഹത്തെക്കുറിച്ച് ഞാനിവിടെ പരാമർശിക്കാൻ കാരണം അദ്ദേഹത്തിന്റെ കുട്ടിക്കാലത്തെക്കുറിച്ച് ഓർമ്മിച്ചുകൊണ്ടൊരിക്കൽ എഴുതുകയുണ്ടായി. 4ാം ക്ലാസ്സിൽ നിന്നും വിജയിച്ചതിന് ശേഷം പിന്നെ എനിക്ക് പഠിക്കാൻ കഴിഞ്ഞില്ല, അദ്ദേഹം എഴുതുകയാണ്. അതിന്റെ കാരണം അദ്ദേഹം പറയുന്നത്, അന്ന് 5ാം ക്ലാസ്സിലേക്ക് ജയിച്ചാൽ പ്രതിമാസം 2 രൂപ ഫീസ് കൊടുക്കണമായിരുന്നു. അത് കൊടുക്കാനുള്ള ശേഷി എൻ്റെ കുടുംബത്തിനുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ 4ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ പഠനം അവസാനിപ്പിച്ചു, ഉപേക്ഷിച്ചു. 2 രൂപ എന്ന് പറഞ്ഞാൽ 957 മുമ്പുള്ള 2 രൂപയാണ്. ഇന്നത്തെ എത്ര ആയിരം രൂപയായിരിക്കും അതിന്റെ മൂല്യം പറയാൻ കഴിയില്ല. അപ്പൊ 4ാം ക്ലാസ്സിൽ വെച്ച് പഠനം അവസാനിപ്പിക്കേണ്ടി വന്നയാളാണ് ശാരംഗപാണി. അദ്ദേഹം കൂടുതൽ പഠിച്ചിരുന്നെങ്കിലോ, അദ്ദേഹം 4ാം ക്ലാസ് വരെ വിദ്യാഭ്യാസമേ ഉണ്ടായി എന്നുള്ളൂ. എന്നിട്ട് പോലും ഒരു കാലത്ത് മലയാള ചലച്ചിത്ര വേദിയെ ഉള്ളം കൈയിലിട്ട് അമ്മാനമാടിയ പ്രതിഭയായി വളർന്നു. ഒരുപക്ഷെ അദ്ദേഹം കൂടുതൽ വിദ്യാഭ്യാസം നേടിയിരുന്നെങ്കിൽ ആരാകുമായിരുന്നു പറയാനാവില്ല. ഞാനിവിടെ സൂചിപ്പിച്ചത് ഒരു ശാരംഗപാണിയുടെ അനുഭവം മാത്രമല്ല. അക്കാലത്ത് മലയാളത്തിൽ മഹാഭൂരിപക്ഷം കുടുംബങ്ങളിലെയും കുഞ്ഞുങ്ങൾ 4ാം ക്ലാസ് വരെ മാത്രമേ പഠിച്ചിരുന്നുള്ളൂ. അതിനപ്പുറം പഠിക്കുക ജന്മിമാരുടെ കുടുംബത്തിലുള്ള കുട്ടികൾ മാത്രം. അതായിരുന്നു സ്ഥിതി. 57 അധികാരത്തിൽ വന്ന EMS ഗവൺമെന്റാണ് 7ാം തരം വരെ സൗജന്യ വിദ്യാഭ്യാസം യാഥാർത്ഥ്യമാക്കി. ആ ഗവൺമെന്റിനെ വിമോചന സമരത്തിലൂടെ അട്ടിമറിച്ചു. പിന്നെ 10 വർഷം കഴിഞ്ഞാണ് വീണ്ടും ഇടതുപക്ഷം കേരളത്തിൽ അധികാരത്തിൽ വരുന്നത്. 1967 അധികാരത്തിൽ വന്ന EMS ഗവൺമെന്റ് ആദ്യം സ്വീകരിച്ച നടപടി 10ാം ക്ലാസ് വരെ ഫീസ് അടയ്ക്കാതെ പഠിക്കാനുള്ള അവസരം എല്ലാവർക്കും. കേരളത്തിൽ ആദ്യമായി ഗ്രാമപ്രദേശങ്ങളിൽ നിന്ന്, സാധാരണ കുടുംബത്തിൽ നിന്നൊരു കുട്ടി 10ാം ക്ലാസ് പാസ്സായത് 2ാം EMS ഗവൺമെന്റിന്റെ ഈ പരിഷ്കാരത്തെ തുടർന്നാണ്. ഇങ്ങനെയൊക്കെയാണ് സമൂഹത്തിൽ മാറ്റം ഉണ്ടായത്. പിന്നീട് അതിന്റെ തുടർച്ചയായ വികാസമുണ്ടായി. ഞാനത് വിശദീകരിക്കുന്നില്ല. അങ്ങനെ കുട്ടികൾ നന്നായി പഠിച്ചപ്പോൾ അവർക്ക് ജോലി കിട്ടി. അപ്പൊ കുടുംബത്തിന്റെ വരുമാനം വർദ്ധിച്ചു.
വിവിധ ക്ഷേമ പദ്ധതികൾ ആവിഷ്കരിച്ചു. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നപ്പോഴാണ് കേരളീയ സമൂഹത്തിന്റെ പൊതുജീവിത നിലവാരം മെച്ചപ്പെട്ടതായിട്ട് മാറി. അങ്ങനെ വന്നിപ്പോഴെന്തായി? 2000 രൂപ ക്ഷേമ പെൻഷൻ ഇപ്പൊ 2000 രൂപയായി. 62 ലക്ഷം മനുഷ്യർ 2000 രൂപ പെൻഷൻ വാങ്ങുകയാണ് ഇപ്പോൾ. ഈ ദിവസങ്ങളിൽ അത് വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു മാസം കുടിശ്ശികയുണ്ടായിരുന്നു, ഒറ്റ മാസം. അതും കൂട്ടി 3600 രൂപ ഇപ്പൊ വീടുകളിൽ എത്തിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ അവസാനിക്കുന്നില്ല. 62 ലക്ഷം മനുഷ്യർക്ക് പെൻഷൻ കൊടുക്കുന്ന ഏക ഇന്ത്യൻ സംസ്ഥാനം ഈ കേരളമാണ്. 2000 രൂപ ക്ഷേമ പെൻഷനുള്ള ഒരേ ഒരു നാട് നമ്മുടെ നാട്. പ്രധാനമന്ത്രിയുടെ ഗുജറാത്തിലില്ല, കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലില്ല, എവിടെയുമില്ല, കേരളം മാത്രം. കഷ്ടകാലത്തിന് മറ്റു വല്ല സംസ്ഥാനത്തുമായിരുന്നു നമ്മൾ ജനിച്ചിരുന്നെങ്കിലോ ഇതവിടെ ഇല്ല. അത് തന്നെ. ഇപ്പോ പുതിയതായി വീട്ടമ്മമാർക്ക് പെൻഷൻ. ചരിത്രത്തിൽ ആദ്യമായി ഒരു സംസ്ഥാനം വീട്ടമ്മമാർക്ക് പെൻഷൻ കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. 35 വയസ്സ് മുതൽ മുകളിലോട്ട്. അപ്പൊ ചില വീട്ടമ്മമാർ പറയുന്നുണ്ട് അതിന് പെൻഷൻ എന്ന് പറയാൻ പാടില്ല, കാരണം ഞങ്ങൾ പെൻഷൻ പറ്റാനൊന്നും ആയിട്ടില്ല. 35 വയസ്സ് കഴിയുമ്പോൾ തന്നെ എങ്ങനെയാണ് പെൻഷൻ? അപ്പൊ പെൻഷൻ എന്ന പേര് മാറ്റാൻ പോവാണ് ഇപ്പൊ സർക്കാർ. സ്ത്രീ സുരക്ഷാ അലവൻസ് എന്നോ മറ്റോ ഒക്കെ ആക്കി മാറ്റണം എന്നാണ് ആലോചിക്കുന്നത്. മാസം തോറും കാശ് സർക്കാർ ഖജനാവിൽ നിന്ന്. ഇവിടെ ഇപ്പോൾ ഒരുപാട് വീട്ടമ്മമാരിയ്ക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് നമ്മൾ വീട്ടമ്മമാർക്ക് പെൻഷൻ കൊടുക്കാൻ തീരുമാനിക്കുന്നത്? അങ്ങനെ ഒരു ആശയം എന്തുകൊണ്ട് ഇടതുപക്ഷത്തിന് തോന്നി? ഇതുവരെ ആർക്കും തോന്നിയിട്ടില്ലല്ലോ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ അധ്വാനിക്കുന്ന ജനവിഭാഗം അത് വീട്ടമ്മമാരാണ്. കേരളത്തിലെ വീടുകളെ നിലനിർത്തുന്നത് വീട്ടമ്മമാരുടെ അധ്വാനമാണ്. എന്നാൽ ആ അധ്വാനം ഇതുവരെയും എവിടെയും വിലമതിക്കപ്പെട്ടിരുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന വീട്ടമ്മമാരോട് നിങ്ങളൊന്ന് ചോദിച്ചു നോക്കൂ, എന്ത് ചെയ്യുന്നു? ഞാൻ പലപ്പോഴും പരിചയപ്പെടുമ്പോഴൊക്കെ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. വീട്ടമ്മമാരായിട്ടുള്ള ആളുകൾ പറയും, ഇല്ല സഖാവേ, ജോലിയൊന്നുമില്ല, ഹൗസ് വൈഫാണ് എന്ന് പറയും. ഹൗസ് വൈഫ്, അതാണ് വീട്ടമ്മ. ജോലിയൊന്നുമില്ല, ഹൗസ് വൈഫാണ് എന്ന് പറയും. അവരുദ്ദേശിക്കുന്നത് സർക്കാരിൽ നിന്ന് ശമ്പളം കിട്ടുന്ന ജോലിയൊന്നുമില്ല എന്നായിരിക്കും ഒരുപക്ഷെ. എന്നാൽ നിങ്ങളൊരു പുരുഷനെ പരിചയപ്പെടുമ്പോഴോ പുരുഷൻ പറയുമോ ജോലിയൊന്നുമില്ല സഖാവേ, ഞാൻ ഹസ്ബൻഡാണ് എന്ന് പറയുമോ? അങ്ങനെ ഒരു വാക്കുണ്ടോ? ഇല്ല. വീട്ടമ്മയേ ഉള്ളൂ, വീട്ടച്ഛൻ ഇല്ല. എല്ലാ വാക്കിനും സ്ത്രീലിംഗവും പുല്ലിംഗവും ഉണ്ട്, പക്ഷെ വീട്ടമ്മയ്ക്ക് മാത്രം പുല്ലിംഗ പദമില്ല. അതെന്താ അങ്ങനെ ഇല്ലാതെയായി? എന്തുകൊണ്ട് വീട്ടച്ഛൻ ഇല്ലാതെയായി? നമ്മുടെ സമൂഹം ഒരു പുരുഷാധിപത്യ സമൂഹമാണ്. അതിൻ്റെ ഉള്ളിൽ സ്ത്രീ വിരുദ്ധതയുടെ ആശയങ്ങൾ അലിഞ്ഞു ചേർന്നിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഒരു വീട്ടമ്മ എത്രമാത്രം ജോലി ചെയ്യുന്ന ഒരാളാണ്? നിങ്ങളുടെയൊക്കെ വീടുകളിൽ ആദ്യം ഉറക്കമുണർന്ന് എഴുന്നേൽക്കുന്ന ആരാ? വീട്ടമ്മയായിരിക്കും അല്ലേ? നിങ്ങളൊക്കെ വീട്ടിൽ അങ്ങനെയല്ലേ? ആണ്, ഇവരാണെന്ന് പറയും. എഴുന്നേറ്റ് കഴിഞ്ഞാൽ ആദ്യം എന്താ ചെയ്യുന്നത്? മിക്ക വീടുകളിലും അപ്പൊ തുടങ്ങിയല്ലേ പണി. വീടും മുറ്റവും ഒക്കെ അടിച്ചു വാരി വൃത്തിയാക്കാത്ത ഏതെങ്കിലും ഒരു വീട്ടമ്മ പ്രത്യേകിച്ച് നാട്ടിൻപുറങ്ങളിൽ ഉണ്ടോ? ഇല്ല. അതൊരു ജോലിയാണ്. എന്ത് ജോലി? PSC പരീക്ഷ നടത്തി, ഇന്റർവ്യൂ നടത്തി, അഡ്വൈസ് മെമ്മോ അയച്ച് നിയമനം കിട്ടേണ്ട ഒരു ജോലി. അതിന് ശമ്പള സ്കെയിലുണ്ട്. പാർട്ട് ടൈം സ്വീപ്പർ, ആ ജോലി നമ്മൾ ചെയ്യാണ് നേരം വെളുക്കുമ്പോൾ തന്നെ. അത് കഴിഞ്ഞാൽ അടുത്ത ജോലി ആരംഭിച്ചു. ഭക്ഷണം പാചകം ചെയ്യാത്ത ഏതെങ്കിലും വീട്ടമ്മയുണ്ടോ? നിങ്ങളൊക്കെ വീടുകളിൽ ആരാണ് ഭക്ഷണം ഉണ്ടാക്കുന്നത്? പുരുഷന്മാരുണ്ടാക്കിയാലും ഭക്ഷണമാവും, പക്ഷേ പതിറ്റാണ്ടുകളായി അത് സ്ത്രീയുടെ ജോലിയാണ് എന്ന് നമ്മുടെ സമൂഹം തീരുമാനിച്ചു വച്ചിരിക്കുകയാണ്. കുക്ക് ഒരു PSC ജോലിയാണ്, അതിന് ശമ്പള സ്കെയിൽ വേറെയാണ്. കുക്ക്. വസ്ത്രമലക്കി വൃത്തിയാക്കുന്ന ജോലി ചെയ്യുന്ന ആരാണ്? വീട്ടമ്മയല്ലേ. ഡോബി, അത് മറ്റൊരു ജോലിയാണ്, PSC ജോലിയാണ്. വീട്ടിലൊരാൾ കിടപ്പിലായാൽ പരിചരിക്കുന്നത്, ശുശ്രൂഷിക്കുന്ന ആരാണ്? മിക്കപ്പോഴും വീട്ടമ്മയായിരിക്കും. ഒരു നഴ്സിന്റെ ജോലി അവിടെ ചെയ്യുന്നുണ്ട്. ഒരു പരിചാരക, ഒരു നഴ്സിന്റെയോ ഒരു ഹോം നഴ്സിന്റെയോ ജോലി അവിടെ ചെയ്യാണ്. കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതാരാണ്? മിക്ക വീടുകളിലും വീട്ടമ്മമാരാണ്. ചുരുക്കി പറഞ്ഞാൽ ഓരോ വീട്ടിലും ആദ്യം ഉറക്കമുണർന്നെഴുന്നേൽക്കുകയും അവസാനം മാത്രം ഉറങ്ങുകയും ചെയ്യുന്ന, പണിയെടുത്ത് നടുവൊടിയുന്ന ഒരു ജനവിഭാഗമാണ് വീട്ടമ്മമാർ. പക്ഷേ അതൊന്നും ഒരു പണിയല്ല എന്നാണ് ഈ സമൂഹം അവരെ പഠിപ്പിച്ചു വച്ചിരിക്കുന്നത്.
അതുകൊണ്ട് അവരിപ്പോഴും പരിചയപ്പെടുമ്പോൾ പറയും, ജോലി ഒന്നുമില്ല സഖാവേ, ഞാൻ വീട്ടമ്മയാണ്, ഹൗസ് വൈഫാണ് എന്ന് പറയും. ഈ അധ്വാനമാണ് കേരളത്തിലെ വീടുകളെ നിലനിർത്തുന്നത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ അധ്വാനിക്കുന്ന ജനവിഭാഗം ഏതെങ്കിലും ഒരു ഫാക്ടറിയിലെ തൊഴിലാളിയല്ല, കേരളത്തിലെ വീടുകളിലെ വീട്ടമ്മമാരാണ്. അതുകൊണ്ട് ഈ അധ്വാനമെല്ലാം നിർവഹിക്കുമ്പോഴും അത് വിലമതിക്കപ്പെടുന്നില്ല, നമ്മുടെ സമൂഹം അതിനെ വിലമതിക്കുന്നില്ല എന്നൊരു ദുരവസ്ഥയും നിലനിൽക്കുന്നുണ്ട്. പക്ഷേ പതിറ്റാണ്ടുകളായി വിലമതിക്കാതിരുന്ന കേരളത്തിലെ ലക്ഷോപലക്ഷം വീട്ടമ്മമാരുടെ മഹത്തായ ഈ അധ്വാനത്തെ ചരിത്രത്തിൽ ആദ്യമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് അധ്വാനിച്ചാദരിച്ച് അവർക്ക് സർക്കാർ ഖജനാവിൽ നിന്നും പ്രതിമാസം പെൻഷൻ നൽകണം എന്ന് തീരുമാനിച്ചിരിക്കുകയാണ്. അതാണ് വീട്ടമ്മമാരുടെ പെൻഷൻ. ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ അതിന്റെ സാങ്കേതിക നടപടിക്രമങ്ങളൊക്കെ പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ വൈകാതെ മാസം തോറും നിങ്ങൾക്ക് വീടുകളിൽ പെൻഷൻ കിട്ടും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും, നിങ്ങളുടെ സാമൂഹ്യ പദവി മാറാൻ പോവാണ്. നിങ്ങളും സർക്കാർ ഖജനാവിൽ നിന്നും നേരിട്ട് കാശ് വാങ്ങുന്ന ഒരു ജനവിഭാഗമായി മാറാൻ പോവാണ്. ഏകദേശം 33 ലക്ഷം സ്ത്രീകൾക്ക് ഇതിന്റെ ഗുണം കിട്ടും എന്നാണ് കണക്കാക്കിയിട്ടുള്ളത്. 33 ലക്ഷം വീട്ടമ്മമാർ. ചരിത്രത്തിലെ ആദ്യത്തെ സംഭവം. ഇത് സ്ത്രീകളുടെ സർക്കാരാണ്, സ്ത്രീപക്ഷ സർക്കാർ. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യമായ പരിഗണന വേണം എന്ന നിലപാട് രാഷ്ട്രീയമായി തന്നെ സ്വീകരിച്ചിട്ടുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സാമൂഹ്യ കാഴ്ചപ്പാടിന്റെ പ്രതിഫലനമാണ് ഈ പെൻഷൻ. അതിനു പുറമെ അഭ്യസ്തവിദ്യരായ യുവതി യുവാക്കൾ ഡിഗ്രി കഴിഞ്ഞു, ജോലി കിട്ടാൻ കുറച്ചുകൂടി സമയമെടുക്കും, അതുവരെ അവർക്ക് പ്രതിമാസം സ്റ്റൈപ്പൻഡ് കൊടുക്കണം, 1000 രൂപ വീതം എല്ലാ മാസവും എന്ന് തീരുമാനിച്ചിരിക്കുകയാണ്. ഇപ്പൊ ഡിഗ്രി കഴിഞ്ഞാൽ ഒരു PSC ജോലിക്ക് അപേക്ഷ അയക്കണമെങ്കിൽ ഇപ്പൊ എന്ത് വേണം? രക്ഷിതാക്കളുടെ മുമ്പിൽ കൈ നീട്ടണം. പിന്നെ ഡിഗ്രി വരെ പഠിപ്പിച്ചു, അത് കഴിഞ്ഞിട്ട് ഇവന് അപേക്ഷ അയക്കാനും പൈസ കൊടുക്കണം, അങ്ങനെ പൈസ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇനി അത് വേണ്ട. അത്തരം ചെറിയ കാര്യങ്ങളെല്ലാം സ്വയം നിർവഹിച്ചോളും. ജോലിക്ക് അപേക്ഷ അയക്കുക, അതിനുവേണ്ടി എന്തെങ്കിലും കോച്ചിങ് ക്ലാസ്സിൽ പോകണമെങ്കിൽ പോയി പഠിക്കുക, അവിടെ ഫീസ് അടയ്ക്കുക, അതിനെല്ലാം ഈ സ്റ്റൈപ്പൻഡ് ഉപയോഗിക്കാം. ഒരു 7-8 ലക്ഷം ചെറുപ്പക്കാർക്ക് ഇതിന്റെ ഗുണം കിട്ടും എന്നാണ് കണക്കാക്കിയിട്ടുള്ളത്. 62 ലക്ഷം പേർക്ക് നിലവിൽ പെൻഷൻ കിട്ടുന്നു. 33 ലക്ഷത്തോളം വീട്ടമ്മമാർക്ക് ഇനി കിട്ടാൻ പോകുന്നു. 7-8 ലക്ഷം യുവജനങ്ങൾക്ക്, എല്ലാം കൂടി വരുമ്പോൾ 1 കോടിയിൽ പരം ആളുകൾ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, കേരളത്തിലെ 1 കോടിയിൽ പരം മനുഷ്യർ സംസ്ഥാന സർക്കാരിന്റെ നേരിട്ടുള്ള ധനസഹായം കിട്ടാൻ പോവാണ്. ലോകത്തിൽ ഇങ്ങനെ ഒരു നാടില്ല. നമ്മുടെ രാജ്യത്ത് ആരും ഇതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല. അതാണ് കേരളത്തിന്റെ നേട്ടം. ഇതെല്ലാം നമ്മൾ ചെയ്യുന്നത് കേന്ദ്രം നമ്മളെ ശ്വാസം മുട്ടിച്ച് കൊല്ലാൻ ശ്രമിക്കുമ്പോഴാണ്. നമുക്ക് അർഹതപ്പെട്ട കേന്ദ്ര വിഹിതം തരാതെ ഇവിടുന്നുള്ള നികുതിയെല്ലാം പിരിച്ചു കൊണ്ടുപോവാണ് കേന്ദ്രം. നമുക്ക് അർഹതപ്പെട്ടത് ഇങ്ങോട്ട് തരുന്നില്ല. ബജറ്റ് വിഹിതം, ഗ്രാന്റ്, കേന്ദ്രാവിഷ്കൃത പദ്ധതികളിലെ കേന്ദ്ര സർക്കാരിന്റെ വിഹിതം, ഇതെല്ലാം വെട്ടിക്കുറയ്ക്കുകയോ തടഞ്ഞു വയ്ക്കുകയോ ചെയ്യാം. കേരളത്തെ സാമ്പത്തികമായി ഞെരുക്കിക്കൊല്ലാനാണ് നോക്കുന്നത്. അതിനിടയിലാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത്. അതാണ് പ്രത്യേകത. കേരളത്തിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ ഇതിനോടൊപ്പം, ഞാൻ ക്ഷേമ പദ്ധതികൾ ചില കാര്യങ്ങളെക്കുറിച്ച് മാത്രമേ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. മറ്റെല്ലാ രംഗങ്ങളിലും വന്നിട്ടുള്ള മാറ്റം. പവർ കട്ടും ലോഡ് ഷെഡിങ്ങും ഇല്ലാത്ത നാടായി കേരളം മാറി. പുതിയ റോഡുകൾ, ദേശീയപാതാ വികസനം 90% കഴിഞ്ഞു. ഗണ്യമായ ദൂരം മലപ്പുറം ജില്ലയിലൂടെയാണ് കടന്നു പോകുന്നത്. മലയാളിയുടെ യാത്രാ സങ്കല്പങ്ങളിൽ വിപ്ലവകരമായ മാറ്റം. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് അസാധ്യം എന്ന് ഫയലിൽ എഴുതി ഉപേക്ഷിച്ച പദ്ധതിയാണ്. അത് മാത്രമല്ല, കൊച്ചിയുടെ മൺ പവർ ഹൈവേ, ഗെയിൽ പൈപ്പ് ലൈൻ ഒക്കെ അതിനെല്ലാം ജീവൻ വെച്ചു. മരിച്ചുപോയ ഒരു മനുഷ്യന് ജീവൻ നൽകാനാവുമോ എന്നാരെങ്കിലും ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയാണ് ഉത്തരം. ആധുനിക വൈദ്യശാസ്ത്രം ഇത്രമാത്രം പുരോഗമിച്ചിട്ടും മരിച്ചുപോയവർക്ക് ജീവൻ നൽകാനുള്ള ഒരു വിദ്യയും കണ്ടുപിടിച്ചിട്ടില്ല. എന്നാൽ മരിച്ചുപോയ വികസന പദ്ധതികൾക്ക് ജീവൻ കൊടുക്കാനാവുമോ എന്നാരെങ്കിലും ചോദിച്ചാൽ നമുക്ക് ഉറപ്പിച്ചു പറയാം,
മരിച്ചു മണ്ണടിഞ്ഞു പോയ വികസന പദ്ധതികൾക്ക് പുതുജീവൻ പകർന്നു നൽകുന്ന ജാലവിദ്യ യാഥാർത്ഥ്യമാക്കിയ നാടാണ് പിണറായി വിജയന്റെ കേരളം എന്ന് അഭിമാനത്തോടെ നമുക്ക് പറയാൻ പറ്റും. അതാണ് ഗെയിൽ പൈപ്പ് ലൈൻ, കൊച്ചിയുടെ മൺപാർ ഹൈവേ, ദേശീയപാത വികസനം. UDF ആയിരുന്നു ഭരിച്ചിരുന്നെങ്കിലോ പെൻഷനും ഇല്ല, റോഡുമില്ല, കറണ്ടും ഇല്ല, പവർ കട്ടായിരുന്നില്ലേ? ഉമ്മൻചാണ്ടി സർക്കാർ ഭരിക്കുമ്പോൾ ഈ കേരളം പവർ കട്ടിന്റെയും ലോഡ് ഷെഡിങ്ങിന്റെയും നാടായിരുന്നില്ലേ? നിങ്ങളിപ്പോൾ പവർ കട്ട് എന്നുള്ള വാക്ക് കേട്ടിട്ട് എത്ര കാലമായി? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇവിടെ ലൈറ്റൊക്കെ കത്തിക്കുന്നുണ്ട്. ഇത് ജനറേറ്റർ ആണോ എന്ന് എനിക്കറിയില്ല, പക്ഷെ അപ്പുറത്ത് ഇലക്ട്രിസിറ്റി ബോർഡിന്റെ വൈദ്യുതി തന്നെയായിരിക്കും. ഇപ്പൊ പവർ കട്ടില്ല, ലോഡ് ഷെഡിങ് ഇല്ല. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ ആദ്യം അരമണിക്കൂർ പവർ കട്ട്. അരമണിക്കൂർ പവർ കട്ട് എന്ന് പറഞ്ഞാൽ ഒരു സീരിയൽ പോയി, അതാണ് അർത്ഥം. പിന്നെ 1 മണിക്കൂർ പവർ കട്ട്, 2 സീരിയൽ പോയി. പിന്നെ അപ്രഖ്യാപിത കട്ട്, കറണ്ട് പോയാൽ എപ്പോൾ വരും എന്ന് ആർക്കും പറയാൻ കഴിയില്ല. ഇതായിരുന്നു കേരളം. ഇരുട്ടിലാണ്ടുപോയ ഒരു നാട്. നമ്മുടെ സർക്കാർ വന്നു, പവർ കട്ടും ലോഡ് ഷെഡിങ്ങും ഇല്ലാതെയായി. വെട്ടത്തൂരിൽ മറ്റു പാർട്ടിയിൽപ്പെട്ട ഒരു ധാരാളം പേരുണ്ടാവും ഉറപ്പായിട്ടും. രാഷ്ട്രീയമായി നമ്മളെ എതിർക്കുമെങ്കിലും ഈ മാറ്റങ്ങൾ അവർ സ്വീകരിക്കില്ലേ? ഈ മാറ്റം വേണ്ടെന്ന് പറയുമോ? ഞങ്ങൾ രാഷ്ട്രീയമായി ഇടതുപക്ഷത്തെ എതിർക്കുന്നവരാണ്, അതുകൊണ്ട് ഞങ്ങളുടെ നേതാക്കന്മാർ ഭരിച്ച കാലത്തേതുപോലെ പവർ കട്ട് തിരിച്ചു വരണം എന്ന് പറഞ്ഞിട്ട് സമരം ചെയ്യുമോ? അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്കെന്തോ തകരാറുണ്ട്. സാധാരണഗതിയിൽ ഒരാളും ഈ മാറ്റങ്ങളെ തള്ളിപ്പറയില്ല. പുതിയ റോഡ് വേണം, പുതിയ ആശുപത്രി വേണം, പുതിയ സ്കൂൾ വേണം, കറണ്ട് കട്ടുപാടില്ല. ഇതൊക്കെയല്ലേ മനുഷ്യർ ആഗ്രഹിക്കുന്നത്. സാധാരണക്കാരായ മനുഷ്യരുടെ ആഗ്രഹങ്ങളെ സഫലമാക്കിയ ഒരു സർക്കാരാണ് നമ്മുടെ സർക്കാർ. ഓണപരീക്ഷയായിട്ടും പാഠപുസ്തകം കിട്ടാത്ത കുട്ടികൾ നട്ടം തിരിഞ്ഞൊരു കാലമായിരുന്നു. അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി നമ്മുടെ നാട്ടുകാരൻ, മലപ്പുറം ജില്ലക്കാരനായിരുന്നു. പുറത്തു പറയണ്ട, നമ്മൾ അറിഞ്ഞാൽ മതി. ഇപ്പോഴോ സ്കൂള് തുറക്കുന്നതിന് മുൻപ് പുസ്തകം കയ്യിൽ കുട്ടികളുടെ. സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് പള്ളിക്കൂടം തുറക്കുന്നതിന് മുൻപേ പുസ്തകം അച്ചടിച്ച് തയ്യാറാക്കി കൈ കൊടുക്കുകയാണ്. UDF ഭരിക്കുമ്പോൾ പരീക്ഷയായിട്ടും പുസ്തകം കിട്ടുന്നില്ല. ഇതാണ് വ്യത്യാസം. ഏതെങ്കിലും രക്ഷിതാവ് UDF-കാരൻ പറയുമോ പണ്ട് ഞങ്ങൾ ഭരിച്ചതുപോലെ തന്നെ വേണം, പരീക്ഷ ആയാലും കുട്ടിക്ക് പുസ്തകം കിട്ടാൻ പാടില്ല, ഈ മാറ്റമൊന്നും വേണ്ട എന്ന് പറയുമോ? ഇല്ല. രാഷ്ട്രീയം പലതായിരിക്കാം, പക്ഷെ ഇടതുപക്ഷം കേരളത്തിൽ കൊണ്ടുവന്ന മാറ്റം, എല്ലാ രംഗത്തുമുള്ള മാറ്റം, ആ മാറ്റം അംഗീകരിക്കാതിരിക്കാൻ ആർക്കും കഴിയില്ല. അതുകൊണ്ടാണ് ഏത് പാർട്ടിയുടെ ഭാഗമായി നിന്നാലും ഉള്ളിന്റെ ഉള്ളിൽ സാധാരണക്കാരായ മനുഷ്യർ തിരിച്ചറിയുന്നുണ്ട്, എന്തൊക്കെ പറഞ്ഞാലും എന്തൊക്കെ വിമർശിച്ചാലും കേരളം ഭരിക്കാൻ നല്ലത് ഇടതുപക്ഷമാണ് എന്ന തിരിച്ചറിവ് നമ്മുടെ നാട്ടിൽ എല്ലാവർക്കും ഉണ്ട്. അത് യാഥാർത്ഥ്യമാണ്. കേരളം മാത്രം ഭരിച്ചാൽ പോരാ. ഇപ്പൊ നിങ്ങൾ നോക്കൂ, വീടില്ലാത്തവർക്ക് 4,71,000 വീടുകൾ വിതരണം ചെയ്തു കഴിഞ്ഞു. പണി പൂർത്തിയാക്കി താക്കോൽ കൈമാറി. ലൈഫ് പദ്ധതി 1,27,000 വീടിന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ പഞ്ചായത്തിൽ എത്ര ലൈഫ് വീട് കിട്ടി? അവിടെയാണ് തദ്ദേശ സ്ഥാപനങ്ങളും ഇടതുപക്ഷ നേതൃത്വത്തിൽ വന്നാലേ സംസ്ഥാന ഗവൺമെന്റ് ആവിഷ്കരിക്കുന്ന പദ്ധതികളെ അതേ അർത്ഥത്തിൽ താഴെ നടപ്പിലാക്കാൻ പറ്റൂ. ഇപ്പൊ എന്താ സ്ഥിതി? UDF ഭരിക്കുന്ന പല പഞ്ചായത്തുകളും ഇതിന് തുരങ്കം വെക്കാൻ നോക്കുകയാണ്. LDF ഗവൺമെന്റിന്റെ പദ്ധതികൾ പൂർണ്ണാർത്ഥത്തിൽ വിജയിച്ചാൽ ജനങ്ങൾക്കെല്ലാം LDF-നോട് വലിയ മതിപ്പും ആദരവും തോന്നിയാൽ നമ്മുടെ കട പൂട്ടിപ്പോകും എന്ന് കരുതിയിട്ട് UDF-ന്റെ തദ്ദേശ സ്ഥാപനങ്ങൾ പാരവെക്കാൻ നോക്കുകയാണ്. പരമാവധി ചുരുക്കി നടത്തുകയാണ്. നടത്തിയെന്ന് വരുത്തി ഭാഗികമാക്കി പദ്ധതികളെ കൈകാര്യം ചെയ്യുകയാണ്. എന്ന് വെച്ചാൽ വെട്ടത്തൂർ പഞ്ചായത്ത് LDF ആയിരുന്നെങ്കിൽ ഉറപ്പിച്ച് നമുക്ക് പറയാനാവും, ഏത് പദ്ധതിയും പ്രത്യേകിച്ച് ലൈഫാണ് എടുക്കുന്നതെങ്കിൽ ലൈഫിൽ ഇപ്പൊ എത്ര വീട് കിട്ടിയെന്ന് എനിക്കറിയില്ല, അതിവിടെ ഉള്ളവർക്ക് പറയാൻ കഴിയും. എത്രയായാലും അതിന്റെ 2 ഇരട്ടി വീടുകൾ ഇവിടെ കിട്ടുമായിരുന്നു, യാഥാർത്ഥ്യമാക്കാൻ കഴിയുമായിരുന്നു. അപ്പൊ ഇതിന്റെ നഷ്ടം ആർക്കാണ്? നഷ്ടം ജനങ്ങൾക്കാണ്, സാധാരണക്കാർക്കാണ്, നമ്മുടെ നാടിനാണ്. തദ്ദേശ സ്ഥാപനങ്ങൾ സംസ്ഥാന ഗവൺമെന്റിന്റെ വികസന പദ്ധതികളോട് സമ്പൂർണമായി സഹകരിക്കാതെ
രാഷ്ട്രീയമായ ലാക്കോടെ നിസ്സഹകരിക്കുമ്പോൾ അതിൽ സംഭവിക്കുന്ന നഷ്ടം നാടിന്റെ നഷ്ടമാണ്. ജനങ്ങൾക്കാണ് അതിന്റെ പ്രയാസം. ജനങ്ങളോട് പ്രതിബദ്ധതയുണ്ടെങ്കിൽ അത്തരം നിലപാടല്ല സ്വീകരിക്കുക. കേരളത്തിൽ അപൂർവം ചില ഗ്രാമപഞ്ചായത്തുകൾ, UDFന്റെ ഗ്രാമപഞ്ചായത്തുകൾ, സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനങ്ങളോട് പൂർണ്ണമായി സഹകരിക്കുന്നവരുണ്ട്. പക്ഷെ നിർഭാഗ്യവശാൽ വെട്ടത്തൂരിലെ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി സംസ്ഥാന സർക്കാർ ആവിഷ്കരിക്കുന്ന വ്യത്യസ്തങ്ങളായ പദ്ധതികളോട് ആത്മാർത്ഥമായി സഹകരിക്കുന്ന സമീപനമല്ല സ്വീകരിച്ചത്. അതുകൊണ്ട് തന്നെ നമ്മുടെ നാടിന് അതിന്റെ നഷ്ടം, അതിന്റെ കുറവുണ്ട്. ആ കുറവ് പരിഹരിക്കാൻ നമുക്കാവണം. ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. ഈ ഗ്രാമപഞ്ചായത്ത് തിരഞ്ഞെടുപ്പ്, ഈ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ്, ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകൾ ഇടതുപക്ഷത്തിനെ വിജയിപ്പിക്കുന്നതിലൂടെ സംസ്ഥാനത്തെമ്പാടും നടക്കുന്ന വികസനം, മാറ്റം അതേ അളവിൽ നമ്മുടെ നാട്ടിലും ഉണ്ടാവും എന്ന് ഉറപ്പുവരുത്തുകയാണ് ചെയ്യേണ്ടത്. ഇപ്പോഴെന്താ സ്ഥിതി? 10 വർഷമായി കേരളത്തിൽ അധികാരമില്ലാത്ത സ്ഥിതിയിലാണ് കോൺഗ്രസും ലീഗും. കേന്ദ്രത്തിലുമില്ല, കേരളത്തിലുമില്ല. ഇന്ത്യ ഉണ്ടായതിനു ശേഷം, കേരളം ഉണ്ടായതിനു ശേഷം, കോൺഗ്രസും ലീഗും ഉണ്ടായതിനു ശേഷം ഇങ്ങനെ ഒരവസ്ഥ അവർക്കുണ്ടായിട്ടില്ല. എങ്ങനെ ഒരവസ്ഥ? 10 കൊല്ലമായിട്ട് ഭരണമില്ല. ഒന്നുകിൽ ഇവിടെ ഉണ്ടാവും ഭരണം, അല്ലെങ്കിൽ കേന്ദ്രത്തിലുണ്ടാവും ഭരണം. ഇത് രണ്ടും കൂടി ഇല്ലാത്തൊരു സ്ഥിതി ആദ്യമായിട്ടാണ്. അപ്പോൾ ആകെ സമനില തെറ്റിയിരിക്കുകയാണ്. നഷ്ടപ്പെട്ടു പോയ അധികാരം തിരിച്ചു പിടിക്കാൻ ഏതു ഹീനകൃത്യവും ചെയ്യാൻ മടിയില്ലാത്തവരായി ഇന്നത്തെ UDFന്റെ നേതൃത്വം മാറി. ഇപ്പൊ അതിന്റെ ഭാഗമായി നടക്കുന്നത് എന്താണ്? എല്ലാ കൊള്ളരുതാത്തവരുമായി ഒത്തുചേർന്ന് ഇടതുപക്ഷത്തെ തോൽപ്പിക്കാൻ നോക്കുകയാണ്. എന്തിനാണ് ഇങ്ങനെ തോൽപ്പിക്കുന്നത്? നമ്മളെക്കാൾ നന്നായി കേരളം ഭരിക്കുമോ ഇവർ 2000 രൂപയുടെ പെൻഷൻ 4000 ആക്കുമോ? എന്നാ ഭരിച്ചോട്ടെ. പക്ഷെ അനുഭവം എന്താണ് ഉള്ളത്? മുടക്കിയ അനുഭവമാണുള്ളത്. നയാ പൈസ വർദ്ധിപ്പിക്കുന്നില്ല പെൻഷൻ എന്ന് മാത്രമല്ല, ഉള്ള പെൻഷൻ കൊടുക്കില്ല. പവർ കട്ടും ലോഡ് ഷെഡിങ്ങും തിരിച്ചു കൊണ്ടുവരും. കുട്ടികൾക്ക് പുസ്തകം കിട്ടാതെയാവും. റോഡുകളെല്ലാം താറുമാറാവും. അങ്ങനെ ഒരു കാലമാണോ വേണ്ടത്? അതിനായി അവർ എല്ലാ വർഗീയ ശക്തികളുമായി കൂട്ടുചേർന്നാണ്. വർഗീയത നമ്മുടെ നാടിനെ തകർക്കുന്ന വിപത്താണ്. ജമാഅത്തെ ഇസ്ലാമി ഇപ്പൊ ഒരു ഘടകകക്ഷിയായി മാറിയിരിക്കുകയാണ്. UDFിലെ 3ാമത്തെ ഘടകകക്ഷിയായി ജമാഅത്തെ ഇസ്ലാമി മാറുന്നു എന്നാണ് വാർത്ത. ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രം യാഥാർത്ഥ്യമാക്കാനായി ശ്രമിക്കുന്നവരാണ്. അതേ മുദ്രാവാക്യമാണ് RSSന്റെയും മതരാഷ്ട്രം. ജമാഅത്തെ ഇസ്ലാമിയുടെ ആചാര്യനായിരുന്ന മൗദൂദി 947 ഇന്ത്യ സ്വതന്ത്രയായപ്പോ ഇന്ത്യ ഒരു മതരാഷ്ട്രമാവണമെന്ന് RSS മുൻപോട്ട് മുദ്രാവാക്യം വെച്ചപ്പോ അതിനെ പിന്തുണച്ച ആളാണ്. ഇന്ത്യ മതരാഷ്ട്രമായിക്കോട്ടെ എന്ന് പറഞ്ഞ ആളാണ് ഈ മൗദൂദി. എന്തായിരുന്നു ന്യായം? പാകിസ്ഥാൻ മതരാഷ്ട്രമാണ്, അപ്പൊ ഇന്ത്യയും മതരാഷ്ട്രമായിക്കോട്ടെ. അദ്ദേഹം പാകിസ്ഥാനിലേക്ക് പോവുകയും ചെയ്തു. അതാണ് ഈ മൗദൂദി. അദ്ദേഹം പാകിസ്ഥാനിലേക്ക് പോയി, പാകിസ്ഥാൻ ഒരു മതരാഷ്ട്രമായി. അപ്പൊ RSS പറയും പോലെ ഇന്ത്യയും മതരാഷ്ട്രമായിക്കോട്ടെ എന്ന നിലപാടാണ് സ്വീകരിച്ചിരുന്നത്. ഇന്നും ജമാഅത്തെ ഇസ്ലാമിയുടെ നിലപാട്, മുദ്രാവാക്യം മതരാഷ്ട്രം. RSSന്റെ നിലപാട് മതരാഷ്ട്രം. RSSന്റെ മതരാഷ്ട്രത്തിന് ബദലല്ല ജമാഅത്തെ ഇസ്ലാമിയുടെ മതരാഷ്ട്രം. രണ്ടും ആധുനിക കാലത്ത് മനുഷ്യരെ നന്മയിലേക്ക് നയിക്കുന്ന മുദ്രാവാക്യമല്ല. ഒരു മതനിരപേക്ഷ രാഷ്ട്രമായി നിൽക്കുമ്പോഴാണ് ഏതു മതത്തിലും ഏതു ജാതിയിലും പെട്ട മനുഷ്യർ പാരസ്പര്യത്തോടെ, സ്നേഹബഹുമാനത്തോടെ, ഒരുമിച്ച് തുല്യാവകാശങ്ങളോടെ ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോഴാണ് ശാന്തിയും സമാധാനവും പുരോഗതിയും ഉണ്ടാവുക. നമ്മുടെ രാജ്യത്ത് പ്രത്യേകിച്ചും. കാരണം നമ്മുടെ രാജ്യം വൈവിധ്യങ്ങളുടെ രാജ്യമാണ്. എത്ര മതവിഭാഗങ്ങളാണ് ഇവിടെ ഉള്ളത്? ഇവിടെ ഇല്ലാത്ത ഒരു മതവിഭാഗവും ലോകത്തെവിടെയുമില്ല. അത്രമാത്രം വിപുലമാണ്. അതുകൊണ്ടാണ് നാനാത്വത്തിൽ ഏകത്വം എന്നൊക്കെ നമ്മൾ പറയുന്നത്. ഇങ്ങനെ വ്യത്യസ്തമായ ജാതി മതവിഭാഗങ്ങളിൽപ്പെട്ട മനുഷ്യരെല്ലാം ഒരുമിച്ച് സാഹോദര്യത്തോടെ പുലരുന്ന ഒരു രാജ്യം ഒരു നിമിഷത്തിൽ മതരാഷ്ട്രമായി മാറിയാലോ? മഹാഭൂരിപക്ഷം വരുന്ന ജനതയും രണ്ടാംകിട പൗരന്മാരായി അവർക്ക് ഈ മണ്ണിൽ ജീവിതം അസാധ്യമായിട്ട് മാറും. RSSന്റെ മതരാഷ്ട്രം എന്ന് പറഞ്ഞാൽ ന്യൂനപക്ഷങ്ങൾക്കെതിരാണെന്ന് എല്ലാവർക്കും അറിയാം. ന്യൂനപക്ഷങ്ങൾക്ക് മാത്രമല്ല, ദളിത്, പിന്നാക്ക ജനവിഭാഗങ്ങൾക്കാകെ എതിരാണ്. മനുസ്മൃതിയാണ് ആധാരമാക്കുന്നത്. അത് ചാതുർവർണ്ണ്യമാണ് ഉയർത്തിപ്പിടിക്കുന്നത്. മനുസ്മൃതിയുടെ കാഴ്ചപ്പാടിൽ
പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾ മാത്രമല്ല, മറ്റു പിന്നാക്ക വിഭാഗങ്ങൾ OBC OEC ഇതൊക്കെ പറയില്ലേ, അവരൊന്നും മനുഷ്യരല്ല എന്ന നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഒരു മതരാഷ്ട്രവും ഇന്ത്യയെ രക്ഷിക്കില്ല. ഇന്ത്യ മതനിരപേക്ഷ രാഷ്ട്രമായി നിലനിൽക്കണം. എങ്കിലേ എല്ലാവർക്കും തുല്യാവകാശത്തോടെ അഭിമാനത്തോടെ ഈ മണ്ണിൽ ജീവിക്കാൻ പറ്റൂ. പക്ഷേ ആ മതനിരപേക്ഷത എന്ന ആശയത്തെ എക്കാലവും എതിർത്തവരാണ് RSSഉം ജമാഅത്തെ ഇസ്ലാമിയും. വർഗീയത അറപ്പോടെ നാം അകറ്റി നിർത്തേണ്ട, വെറുപ്പോടെ ആട്ടി അകറ്റേണ്ട സാമൂഹ്യ വിപത്താണ്. നിർഭാഗ്യവശാൽ RSSഉം ജമാഅത്തെ ഇസ്ലാമിയും അപകടത്തിൽ മരിക്കുന്നവന്റെ പേരിൽ പോലും മതം തിരയുന്ന ജീർണമായ നികൃഷ്ടമായ മാനസികാവസ്ഥയിലാണ് നിൽക്കുന്നത്. ആ ശക്തികളുമായിട്ടാണ് കോൺഗ്രസ് കൈകോർക്കുന്നത്, ലീഗ് കൈകോർക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമി എന്ന് പറഞ്ഞാൽ നല്ല ദീനീ ബോധമുള്ള മുസൽമാൻ അവന്റെ വളപ്പിനകത്ത് പ്രവേശിപ്പിക്കാത്ത ഒരു വിഭാഗമായിരുന്നു ഈ ജമാഅത്തെ ഇസ്ലാമി. ജമാഅത്തെ ഇസ്ലാമി വണ്ടൂരി മണ്ണിലുണ്ടായിരുന്നില്ലേ? പൂക്കോയ തങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയുമായി സന്ധി ചെയ്തിട്ടുണ്ടോ? പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ സന്ധി ചെയ്തിട്ടുണ്ടോ? അദ്ദേഹത്തിന് ശേഷം ഹൈദരലി ശിഹാബ് തങ്ങൾ സന്ധി ചെയ്തിട്ടുണ്ടോ? ഇല്ല. പക്ഷെ ഇപ്പോഴത്തെ പാണക്കാട്ടെ തങ്ങൾ പറയാണ്, ഞങ്ങൾ ധാരണയില്ല, നീക്കുപോക്കേ ഉള്ളൂ. ഈ ധാരണ എന്നും നീക്കുപോക്കെന്നും പറഞ്ഞ ഒന്നാണ്. സഖ്യമില്ല, നീക്കുപോക്കേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലാക്കാം. പക്ഷെ നടക്കുന്ന എന്താണ്? സഖ്യമാണ്. മുസ്ലിം ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറിയോ മറ്റോ ആണ് KPA മജീദ് സാഹിബ്. അദ്ദേഹത്തിന്റെ ബ്ലോക്ക് പഞ്ചായത്തിലേക്കുള്ള വോട്ട് ജമാഅത്തെ ഇസ്ലാമിക്കാണ്. അവിടെ ഇവിടുത്തെ MLA അല്ലേ, മുസ്ലിം ലീഗ് MLA അല്ലേ ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാനാർത്ഥിയുടെ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തത് ഇവിടെ. അപ്പോ നഷ്ടപ്പെട്ടു പോയ അധികാരം തിരിച്ചു പിടിക്കാൻ കൊള്ളാവുന്നവരെ ഒന്നും കൂടെ കൂട്ടാൻ കഴിയാത്തപ്പോ കൊള്ളരുതാത്തവരെയൊക്കെ കൂടെ കൂട്ടുന്ന നിലപാടാണ് ലീഗും കോൺഗ്രസും സ്വീകരിച്ചിട്ടുള്ളത്. അത് ഇവിടെ ഇങ്ങനെയാണ്. തിരുവനന്തപുരത്ത് എന്നാലോ 24 കാരറ്റ് RSSകാരൻ RSSന്റെ പഥ സഞ്ചലനം, അങ്ങനെ ഒരു പരിപാടി ഉണ്ട്. RSS കാക്കി ട്രൗസറും ഇപ്പൊ പാൻഡാക്കി വേഷമൊക്കെ ഇട്ടിട്ട് ആളെ പേടിപ്പിക്കാൻ കുറുവടിയൊക്കെ ആയിട്ട് നടത്തുന്ന ഒരു മാർച്ചാണ്. അതിൽ RSS വേഷത്തിൽ പങ്കെടുത്ത തിരുവനന്തപുരം ജില്ലയിലെ അറിയപ്പെടുന്ന RSS നേതാവാണ് പാറശാലയിൽ കൈപ്പത്തി അടയാളത്തിൽ മത്സരിക്കുകയാണ്. തെക്ക് RSS, വടക്ക് ജമാഅത്തെ ഇസ്ലാമി ഏത് സാമൂഹ്യ ദ്രോഹികളെയും ഇടതുപക്ഷത്തിനെതിരായി കൂടെ കൂട്ടാൻ ശ്രമിക്കുകയാണ്. ഈ വർഗീയ ശക്തികളുടെ പിന്തുണയോടെ ഇവരെങ്ങാനും നേരെ നിന്നാലോ നമ്മുടെ നാട് കുട്ടിച്ചോറായി പോകും. ഇപ്പൊ കേരളത്തിൽ വർഗീയ കലാപം ഉണ്ടോ? ഇല്ല. അതിന്റെ പേരിൽ വെടിവെപ്പോ ആളുകൾ കൊല്ലപ്പെടുന്ന സാഹചര്യം ഉണ്ടോ? ഇല്ല. സമാധാനമാണ് കേരളത്തിൽ. എന്തുകൊണ്ടാണ് ഇങ്ങനെ സമാധാനം ഉണ്ടാവുന്നത്? വർഗീയ ശക്തികളോട് വിട്ടുവീഴ്ച ചെയ്യാത്ത ഒരു സർക്കാർ അധികാരത്തിൽ ഇരിക്കുന്നതുകൊണ്ടാണ്. പണ്ട് പല കലാപങ്ങളും കേരളത്തിന്റെ വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ, ഞാനതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. 10 വയസ്സുള്ള സ്കൂളിൽ പഠിക്കുന്ന പെൺകുട്ടിയെ പോലും വെടിവെച്ച് കൊല്ലുന്ന സാഹചര്യം ഈ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് UDF ഭരിക്കുമ്പോൾ. അത്തരം അനുഭവങ്ങൾ ഇപ്പോൾ ഇല്ലാത്തത് എന്തുകൊണ്ടാണ്? വർഗീയവാദികളെ തീണ്ടാപ്പാടകലെ നിർത്തുന്ന രാഷ്ട്രീയ സമീപനം കൊണ്ടാണ്. പക്ഷെ അവിടെയാണ് ഇപ്പോ അധികാരം പിടിക്കാൻ വേണ്ടി നേരായ വഴിയിലൂടെ സാധിക്കില്ല എന്ന് കണ്ടപ്പോ ഇത്തരത്തിലുള്ള ശക്തികളെ, സാമൂഹ്യ വിരുദ്ധ ശക്തികളെ, നമ്മുടെ സമൂഹത്തെ വർഗീയമായി ചേരിതിരിക്കാൻ ശ്രമിക്കുന്നവരെ, അതിൽ നിന്ന് രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവരെ കൂടെ കൂട്ടുന്നത്, അത് നാടിന് അപകടമാണ്. അതെല്ലാം തിരിച്ചറിഞ്ഞ് ലോകത്തിന് തന്നെ മാതൃകയായിക്കൊണ്ടിരിക്കുന്ന കേരളത്തിന്റെ മഹത്തായ നേട്ടങ്ങളെ കൂടുതൽ ശക്തിപ്പെടുത്താൻ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ആവിഷ്കരിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ വെട്ടത്തൂരും അതേ അളവിൽ കേരളത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ എന്ന പോലെ നടപ്പാക്കുന്നതിന് വഴിയൊരുക്കാൻ ഒക്കെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികൾ എല്ലാവരും നമ്മുടെ വേദിയിലുണ്ട്. ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥികൾ എല്ലാവരെയും മികച്ച ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കാൻ ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ നല്ല ഊർജ്ജസ്വലതയോടെ രംഗത്തിറങ്ങണം എന്നുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് മറ്റൊരു യോഗം കൂടി താഴേക്കോട് പോകേണ്ടതുകൊണ്ട് ഞാൻ എൻ്റെ എളിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അഭിവാദനങ്ങൾ.